ജീവൻ TV പ്രേക്ഷകർക്കും ജിദ്ദ യങ്സ്റ്റാർസിന്റെ ഈദാശംസകൾ. പ്രേക്ഷകർക്ക് ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അനുഗ്രഹീത ഗായകൻ മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങളിലൂടെ ജിദ്ദയിലെ സഹൃദയർക്ക് സുപരിചിതനായ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി സ്വദേശി ശ്രീമാൻ അബ്ദുൽ ഹക്കിനെയാണ്. താങ്കളുടെ സംഗീത പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാമോ? സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കേരളത്തിൽ ഉടനീളം വളരെ പ്രശസ്തിയാർജിച്ച കുറേ മാപ്പിളപ്പാട്ടുകൾക്ക് രചന നൽകിയ MS ബാബുരാജ് സംഗീതം നൽകി AV മുഹമ്മദ് പാടിയ ഒട്ടനവധി ഗാനങ്ങൾ രചിച്ച മർഹൂം KT മുഹമ്മദിൻ്റെയും ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന KT മൊയ്തീൻ്റെയും സഹോദരപുത്രനാണ് ഞാൻ. സംഗീതം ദൈവാനുഗ്രഹീതമായി കിട്ടുന്നതാണെന്ന് പറയുന്നു. അത് താങ്കളുടെ അഭിപ്രായത്തിൽ എത്രത്തോളം ശരിയാണ്? തീർച്ചയായും ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് സംഗീതം പഠിക്കാനോ അല്ലെങ്കിൽ സംഗീതപരമായ എന്തെങ്കിലും സാങ്കേതിക വശങ്ങൾ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും അത് എൻ്റെ രക്തത്തിൽ ഉള്ള ഒന്ന് തന്നെയാണ്. അത് തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ മുഹമ്മദ് റാഫിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആകർഷണാവാനിടയായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. അത് ഏകദേശം ഓർമ്മ വെച്ച മുതലേ പല രീതികളിലും സ്കൂളിൽ പോകുമ്പോൾ റേഡിയോയിലും എന്തിനേറെ പറയുന്ന ഒരു ചായക്കടയിൽ പോയാൽ പോലും റാഫി സാഹിബിൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആരും ഒന്ന് നിന്നുപോകും. അത് അദ്ദേഹത്തിൻ്റെ ഗാനത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. തീർച്ചയായും അത് തന്നെയായിരുന്നൊരു പ്രചോദനം. കഴിഞ്ഞ 15 വർഷമായി ഞാൻ വിദേശത്താണ്. ഞാൻ അനുഭവിച്ച ടെൻഷൻസ്, വൈഫിൻ്റെ ഡെലിവറി, ഒപ്പം തൈറോയിഡിൻ്റെ പ്രോബ്ലവും, മോൻ്റെ സ്ഥിരം അലർജി, തുമ്മൽ, മോളുടെ മൈഗ്രെയിൻ ശരിക്കും അനുഭവിച്ചത് ഞാനാണ്. എന്നാൽ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യം, അതാണ് എൻ്റെ സമ്പാദ്യം. നിങ്ങളുടെ ആരോഗ്യത്തിനെന്നും നിങ്ങളോടൊപ്പം ബദ്ർ അൽ തമാം പോളിക്ലിനിക്, പ്രിൻസ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്റർ, ജിദ്ദ, സൗദി അറേബ്യ. ക്ലാസിക് കാർഗോ ആൻഡ് ഡോർ ടു ഡോർ സർവീസിലേക്ക് ഏവർക്കും സ്വാഗതം. സാധന സാമഗ്രികളുമായുള്ള യാത്ര ഇനിയൊരു ബുദ്ധിമുട്ടേ അല്ല. സാധനങ്ങൾക്ക് സുരക്ഷിതത്വവും കണിശതയുമാർന്ന യാത്രകളുമായി ക്ലാസിക് കാർഗോ ആൻഡ് ഡോർ ടു ഡോർ സർവീസസ് മുൻപന്തിയിലേക്ക്. ക്ലാസിക് കാർഗോ ആൻഡ് ഡോർ ടു ഡോർ സർവീസസ് ബദ്രുദ്ദീൻ പോളിക്ലിനിക്കിന് പിൻവശം, ഷർഫിയ, ജിദ്ദ. ഫോൺ 6041-216 6428-294. ഫാഷൻ വേൾഡ് ഷോപ്പിംഗ് സെന്റർ, ഷർഫിയ, ജിദ്ദ. മുഹമ്മദ് റാഫിയുടെ മകനുമായുള്ള താങ്കളുടെ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? അത് വലിയൊരു ദൈവകാരുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കഴിഞ്ഞൊരു 8 വർഷത്തോളമായി ഞാൻ അദ്ദേഹത്തിൻ്റെ മകനുമായി ഞാൻ വളരെ നല്ല സുഹൃത്ത് ബന്ധത്തിലാണ്. ഈയിടെ അടുത്ത് ഒരു ബിസിനസ് ആവശ്യാർത്ഥം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി, എവർഷൈൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബിസിനസ് ആവശ്യാർത്ഥം ഇവിടെ ബോംബെയിൽ നിന്നും ജിദ്ദയിൽ വരാനിടയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അദ്ദേഹത്തോട് ഒന്നിച്ച് ഉംറ ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നോക്കാനും ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം വെച്ച് ഷാഹിദ് റാഫിയെ ജിദ്ദയിലുള്ളവർക്ക് പരിചയപ്പെടുത്താനും കഴിഞ്ഞതിൽ ഞാൻ വളരെ കൃതജ്ഞനാണ്. താങ്കൾ അദ്ദേഹവുമായി ഈ ഇടപഴകിയ ഈ സന്ദർഭത്തിൽ ഒരു പക്ഷേ കൂടുതൽ ആളുകൾക്ക് അറിയാത്ത റാഫിയെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം താങ്കളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്? അദ്ദേഹം എന്നെയുമായി പങ്കുവച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതായത് ഞാനത് കേട്ടപ്പോൾ എനിക്ക് കരയേണ്ട ഒരു അവസ്ഥയിൽ വരെ ഞാൻ എത്തിപ്പോയി. ഒരു റാഫി സാഹിബിനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ. അദ്ദേഹം മരിച്ച് ഏകദേശം 5-6 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഒത്തിരി ആളുകൾ, വളരെ പാവപ്പെട്ട ആളുകൾ കൂടി നിൽക്കുകയും അവരോട് എന്താണ് വന്നതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾക്ക് ഈ അഡ്രസ്സിൽ നിന്നും കുറേ കാലമായി മണി ഓർഡർ എത്തിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഞങ്ങൾക്കത് കിട്ടുന്നില്ല. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റാഫി എന്ന്, മുഹമ്മദ് റാഫി എന്ന് പറയുന്ന എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണോ ഞങ്ങൾക്ക് ഈ കാശ് അയച്ചു കൊണ്ടിരുന്നതെന്നും അവർക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മുഹമ്മദ് റാഫി സാഹിബ് ഹ്യൂമൻ ബീങ്സ്, അദ്ദേഹം ഒരു നല്ലൊരു ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹം ആരും അറിയാതെ, ഇരു ചെവികളും അറിയാതെ, ആരോടും പറയാതെ ഒത്തിരി പാവങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഷാഹിദ് റാഫി ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ അത് തീർച്ചയായും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കി. തീർച്ചയായും അത് കൂടുതൽ ആളുകൾക്കാർക്കും അറിയാത്ത ഒരു സംഭവമാണ്, ഒരു പുതിയ അറിവും കൂടിയാണ് അത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ റാഫി സാഹിബിൻ്റെ പല പുസ്തകങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ ജീവിത ചരിത്രങ്ങൾ വായിച്ചതിലും
ഈ ഒരു അനുഭവം അത് ഷാഹിദ് റാഫി പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാനും അത് ഞാൻ പങ്കുവെച്ച ആളുകൾക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റാഫി സാഹിബിന്റെ ഗാനങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനത്തിന്റെ ഏതാനും 2 വരി നമ്മുടെ പ്രേക്ഷകർക്കായി പാടാമോ? आने से उसके आए बहार, जाने से उसके जाए बहार, बड़ी मस्तानी है मेरी महबूबा, मेरी जिंदगानी है मेरी महबूबा. ഇവിടുത്തെ ഈ ജിദ്ദയിലെ ഈ ജോലി തിരക്കിനിടയിലും മറ്റും റാഫിയുടെ ഗാനങ്ങൾ ആലപിക്കുന്നതിനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും താങ്കൾ എങ്ങനെ സമയം കണ്ടെത്തുന്നു? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജോലി പോലെ തന്നെയാണ് ഞാൻ അതും കൊണ്ടു നടക്കുന്നത്. ഏത് തിരക്കിനിടയിലും ഞങ്ങൾ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊന്നിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഒക്കേഷനിലോ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഞാൻ പാട്ടുകൾ പാടുകയും അത് ജനങ്ങളിൽ മുഹമ്മദ് റാഫി സാഹിബിൻ്റെ ആ ഒരു ഗാനങ്ങൾ എത്തിക്കാൻ ഞാൻ വളരെ ശ്രമിക്കാറുണ്ട്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. താങ്കൾ ഇവിടെ വന്ന അവസരങ്ങളിൽ തന്നെ ഇവിടെ വേദികളിൽ പാടിയിട്ടുണ്ടോ, അതോ അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണോ? എപ്പോഴാണ് താങ്കൾ പൊതുവേദികളിൽ പാടി തുടങ്ങിയത്? ഞാനിവിടെ വന്നത് മദീന മുനവറയിലായിരുന്നു. അവിടെ എനിക്ക് സംഗീതം കൊണ്ടു നടക്കാനും പാട്ട് പാടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. ആസ് യു നോ, ഒരു ഹോളി പ്ലേസ് ആയതുകൊണ്ട്. അതിനുശേഷം 6 വർഷത്തിന് ശേഷം ജിദ്ദയിൽ വന്നതിന് ശേഷം സലീം കടലുണ്ടി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എനിക്ക് കോൺസുലേറ്റിൽ ഒരു ഗാനം ആലപിക്കാൻ അവസരം നൽകുകയും അന്ന് തുമി മേരെ മന്ദിർ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഞാൻ പാടി. അന്നാണ് എനിക്ക് ഇവിടെ ജിദ്ദയിലുള്ള പ്രേക്ഷകർ എന്നിലൊരു സംഗീതം അല്ലെങ്കിൽ ഞാനൊരു മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ ബന്ധമുള്ള ഒരാളാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് എനിക്കൊരു ഒത്തിരി അവസരങ്ങൾ വരികയാണ് ഉണ്ടായത്. ഇനി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മുഹമ്മദ് റാഫിയുടെ ഒരു ഗാനം കേട്ടാലോ? തീർച്ചയായും. बड़ी दुनिया में आखिर दिल को समझाने कहाँ जाए, बड़ी दुनिया में आखिर दिल को समझाने कहाँ जाए, मुहब्बत हो गई जिनको वो दीवाने कहाँ जाए, बड़ी दुनिया में आखिर दिल को समझाने कहाँ जाए, बड़ी दुनिया. लगे हैं शम्म पर पहरे ज़माने की निगाहों पे, लगे हैं शम्म पर पहरे ज़माने की निगाहों पे, ज़माने की निगाहों पे. ज़रा तू ही बताए दिल, ज़रा तू ही बताए दिल, वो अफ़साने कहाँ जाए, मुहब्बत हो गई जिनको वो दीवाने कहाँ जाए, भरी दुनिया में आखिर दिल को समझाने कहाँ जाए, भरी दुनिया. താങ്കളുടെ കുടുംബം ഇവിടെ സെറ്റിലാണോ? അവരെൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. അതിൽ മക്കൾക്ക് ആർക്കെങ്കിലും സംഗീതവാസന ലഭിച്ചിട്ടുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അവർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ടാലൻറ്റഡ് ആണ്.
റാഫി സാഹിബിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ, നമ്മെ തന്നെ മറന്നു പോകുന്ന രീതിയിലുള്ള ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ എടുക്കേണ്ടി വരും. കാരണം അത്രയും ദുഃഖഗാനങ്ങളും ദൈവികമായ ഗാനങ്ങളും അങ്ങനെ ഒത്തിരി റാഫി സാഹിബിൻ്റെ ഗാനങ്ങൾ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് മോർ ദാൻ 27,000 ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. അതിൽ നാമൊക്കെ കേട്ടിട്ടുണ്ടാവുക അതിലെ ഏറ്റവും ചെറിയ തുച്ഛമായ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. गरीबों की सुनो वो तुम्हारी सुनेगा, गरीबों की सुनो वो तुम्हारी सुनेगा, तुम 1 पैसा दोगे वो 10 लाख देगा, गरीबों की सुनो वो तुम्हारी सुनेगा, गरीबों की सुनो वो तुम्हारी सुनेगा, तुम 1 पैसा दोगे वो 10 लाख देगा, गरीबों की सुनो. കഴിഞ്ഞ 15 വർഷമായി ഞാൻ വിദേശത്താണ്. ഞാൻ അനുഭവിച്ച ടെൻഷൻസ്, വൈഫിന്റെ ഡെലിവറി, ഒപ്പം തൈറോയിഡിന്റെ പ്രോബ്ലവും, മോന്റെ സ്ഥിര അലർജി, തുമ്മൽ, മോളുടെ മൈഗ്രെയിൻ ശരിക്കും അനുഭവിച്ചത് ഞാനാണ്. എന്നാൽ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യം, അതാണ് എന്റെ സമ്പാദ്യം. നിങ്ങളുടെ ആരോഗ്യത്തിനെന്നും നിങ്ങളോടൊപ്പം ബദർ അൽ തമാം പോളിക്ലിനിക്, പ്രിൻസ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്റർ, ജദ്ദ, സൗദി അറേബ്യ. ക്ലാസിക് കാർഗോ ആൻഡ് ഡോർ ടു ഡോർ സർവീസിലേക്ക് ഏവർക്കും സ്വാഗതം. സാധന സാമഗ്രികളുമായുള്ള യാത്ര ഇനിയൊരു ബുദ്ധിമുട്ടേ അല്ല. സാധനങ്ങൾക്ക് സുരക്ഷിതത്വവും കണിശതയുമാർന്ന യാത്രകളുമായി ക്ലാസിക് കാർഗോ ആൻഡ് ഡോർ ടു ഡോർ സർവീസസ് മുൻപന്തിയിലേക്ക്. ക്ലാസിക് കാർഗോ ആൻഡ് ഡോർ ടു ഡോർ സർവീസസ് ബദ്രുദ്ദീൻ പോളിക്ലിനിക്കിന് പിൻവശം, ഷർഫിയ, ജിദ്ദ. ഫോൺ 6041 216 6428 294. മനസ്സും തുടിക്കുന്നു ഫാഷന്റെ മായാലോകം. ഫാഷൻ വേൾഡ് ഷോപ്പിംഗ് സെന്റർ, ഷർഫിയ, ജിദ്ദ. ഇനിയൊരു റൊമാൻറ്റിക് മൂഡ് വരുത്താൻ ഒരു പാട്ട് പാടുമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്സ് പാട്ടുകൾ പാടിയിട്ടുള്ള ആള് മുഹമ്മദ് റാഫിയാണ്. लाखों है निगाहों में जिंदगी की राह में सनम हसीन जवान, आंखों में गुलाब है होठों में शराब है लेकिन हो बात कहाँ. लाखों है निगाहों में जिंदगी की राह में सनम हसीन जवान, आंखों में गुलाब है होठों में शराब है लेकिन वो बात कहाँ. അതെല്ലാം ഏതാനും ഗാനങ്ങളിൽ ഒരു ഗാനം മാത്രമേ ഉള്ളൂ. റൊമാൻറ്റിക് ഗാനങ്ങൾ ഒത്തിരി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് മുഹമ്മദ് റാഫി സാഹിബ്. അതിൽ വളരെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ചില പാട്ടുകൾ കേട്ടാൽ പ്രേമിക്കാൻ തോന്നുമെന്നൊക്കെ പറയാറുണ്ട്. കാരണം അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ. മാപ്പിളപ്പാട്ടുകൾ എഴുതി വളരെ പ്രസിദ്ധി ആർജിച്ച താങ്കളുടെ പിതൃസഹോദരന്മാരെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അവർ രചിച്ച ഏതെങ്കിലും ഒരു നല്ലൊരു ഗാനത്തിൻ്റെ 2 ഈരടികൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കാം. എൻ്റെ പിതൃ സഹോദരൻ, എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ KT മുഹമ്മദ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊക്കെ MS ബാബുരാജായിരുന്നു സംഗീതം പകർന്നിരുന്നത്. AV മുഹമ്മദാണ് ഭൂരിഭാഗം പാട്ടുകളും പാടിയിട്ടുള്ളത്. അതിൽ പെട്ടെന്ന് എല്ലാവരും ഓർക്കാവുന്ന ഒരു ഗാനമാണ്, റമദാനുമായി ബന്ധിക്കുന്ന ഒരു ഗാനമുണ്ട്. ഞാൻ 2 വരി പാടാം. ഞാൻ റഹ്മത്തിൻ മാസം റമളാൻ വിശേഷം, ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം, അഹദായ റബ്ബിന്റെ അനുഗ്രഹ നോട്ടം അടിയാറിൽ വർഷിക്കും അഭിനുത മാസം. സദഖ സധർമ്മങ്ങൾ സൽക്കർമ്മമേകും പ്രതിഫലം സിദ്ധിക്കും 70 ഇരട്ടിയായി. അങ്ങനെ തുടങ്ങുന്നൊരു ഗാനമായിരുന്നു ആ ഒരു ഗാനം. അതുപോലെ തന്നെ എൻ്റെ അളാപ്പ ഒരു KT മൊയ്തീൻ, എൻ്റെ